ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ കാലത്ത് ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരയ്ക്കും പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടു ഇന്ന് വരുന്നില്ല. അവന് പരീക്ഷയുള്ളതുകൊണ്ട് അവനുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഞാനും അച്ഛൻ, അമ്മ പിന്നെ ചേട്ടനും കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചത് കൊണ്ട് 5 മണിയായി. പരീക്ഷ സമയത്ത് മുപ്പര് 5 മണിക്കൊക്കെ എണീക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവൻ പഠിച്ചോളും എന്നുള്ളതിൽ അവൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി അവിടുന്ന്. രാവിലെ ചായ കുടിക്കുന്ന ശീലമൊന്നും അത്ര നേരത്തെ ആർക്കും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും കുടിക്കുക എന്നുള്ളതിൽ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്നത് എറണാകുളം പിറവം കക്കാട് പറഞ്ഞ സ്ഥലത്ത് ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇത് ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ. ശ്രീ പുരുഷ മംഗലം ശ്രീകൃഷ്ണ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, എറണാകുളത്തുനിന്ന് ചെറിയമ്മമാരുണ്ട്, പിന്നെ വല്യമ്മ, ചെറിയമ്മയുടെ മോളും മരുമോനും പേരക്കുട്ടിയും, അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഏകദേശം ഞങ്ങൾ അമ്പലത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ചായക്കട കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഒന്ന് നിർത്തി ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം ഉള്ളത്, ജസ്റ്റ് നടക്കേണ്ട ദൂരമുള്ളൂ അവിടുന്ന്. അപ്പം ഞങ്ങൾ നേരത്തെ വിചാരിച്ചതിനെക്കാട്ടും ട്രാഫിക് കുറവായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തി അവിടെ വന്ന് ദിവസം എല്ലാ അമ്പലം പോലെ തന്നെ അവിടെ ദിവസം തുറക്കുന്ന അമ്പലം തന്നെയാണ്. പക്ഷേ ഈ ധനു 1 മുതൽ 18 വരയ്ക്കും അവിടെ ഒരു സ്പെഷ്യൽ പൂജയുണ്ട്. ആ ഒരു നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മാസം പറയുകയാണെങ്കിൽ ഡിസംബർ 16 തൊട്ട് ജനുവരി 2-ാം തീയതി വരയ്ക്കും ഈ അമ്പലം സ്പെഷ്യൽ പൂജ നടക്കുന്നുണ്ട് കേട്ടോ. ഈ സ്പെഷ്യൽ പൂജ വന്നിട്ട് പേര് പറയുന്നത് വിശ്വരൂപ ദർശനം എന്നാണ്. നമുക്ക് ചെയ്യാനുള്ള ഒരു വഴിപാടാണത്. പിന്നെ അവിടെ തട്ടം സമർപ്പിക്കലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു, നല്ല രീതിക്ക് പ്രാർത്ഥിച്ചു. എന്താ പറയുക, തിരക്ക് വരുന്നതേ ഉള്ളൂ. പിന്നെ ഈ പൂജ റീത്ത ചെറിയമ്മ നേരത്തെ 3 കൊല്ലം മുമ്പ് കൊടുത്തതാണ് കേട്ടോ. നമുക്ക് ഇന്നാണ് അത് ആദ്യത്തെ ദിവസം. നമുക്ക് ഇന്ന് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം നമ്മുടെ തറവാട് അമ്പലമൊക്കെ തൊഴുകില്ലേ, തിരക്കില്ലാതെ അതുപോലൊരു അന്തരീക്ഷമായിരുന്നു. നിശബ്ദമായുള്ള ഒരു അമ്പലം. തിരക്കുകൾ ഞങ്ങൾ തൊഴുത് പുറത്ത് വരുമ്പോഴേക്കും ക്യൂ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ തൊഴുതതിന് ശേഷം ഓരോരോ അമ്പലത്തിലല്ല, ഓരോരോ വിഗ്രഹത്തിന് തൊഴുകാനുള്ള ഒരു തട്ടം നമുക്ക് തരുന്നുണ്ട്. ആ തട്ടിൽ നമുക്ക് നെയ്വിളക്ക്, പിന്നെ വിളക്ക്, എണ്ണ, ഗണപതിക്കുള്ള കറുകപ്പുല്ല്, അങ്ങനത്തെ ഓരോരോ ദൈവങ്ങൾക്കും നമുക്ക് സമർപ്പിക്കാനുള്ളത് ആ തട്ടത്തിലുണ്ടാവും. നമ്മൾ ഓരോരോ ദൈവങ്ങൾക്കും അത് നമ്മൾ വെച്ചിട്ട് പിന്നെ നടയിൽ പോയി നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം, നമുക്ക് വേണ്ടിയ ആവശ്യങ്ങൾ നല്ല രീതിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അടുത്ത ഒരു കൊല്ലം ആകുമ്പോഴേക്കും അത് നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. അത് പക്ഷേ നമ്മൾ അവിടുത്തെ ഓരോരോ അനുഭവക്കാർ വന്ന് പറയുന്നതും അവിടെ ചെയ്തിട്ട് പോണത് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. നമുക്ക് ഇത് വൈകിപ്പോയല്ലോ എന്നുള്ളത് വരയ്ക്കും നമ്മളവിടെ ചിന്തിച്ചു കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ അമ്പലത്തിലേക്ക് വരിക. നമുക്ക് അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നും പറയാനൊന്നുമില്ല. നമുക്കിത് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെയാണ് ഈ അമ്പലവും കൂടെ വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ തിരക്കില്ലാത്തതുകൊണ്ട് എല്ലാം നല്ല രീതിക്ക് തൊഴുതു. അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനം നല്ല രീതിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങുന്ന നേരത്തെ ഒരു കുളം കണ്ടായിരുന്നു. കുളത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അവിടെ കൂർമ്മ അവതാര പൂജ നടക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ നല്ല രീതിക്ക് എല്ലാവരും അവരവരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നാളെ കാണാം. ബൈ.